അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരിമാരെ, സഹോദരന്മാരെ, റഹ്മത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ സംസാരം. റഹ്മത്ത്, കാരുണ്യം അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിഫത്തുകളിലൊന്നാണ്. വഇദുല്ലാഹ അവിദുർ റഹ്മാന അയ്യമ്മ. അള്ളാഹു താല പറയുന്നത്, നിങ്ങൾ ഫലഹുൽ അസ്മാഉൽ ഹുസ്ന, നിങ്ങൾ എന്ത് വിളിച്ചാലും, അള്ളാഹ് എന്ന് വിളിച്ചാലും റഹ്മാൻ എന്ന് വിളിച്ചാലും അള്ളാഹുവിന് അസ്മാഉൽ ഹുസ്നയുണ്ട് എന്ന്. അപ്പോൾ റഹ്മാൻ എന്നത് അള്ളാഹ് എന്ന പദത്തോട് ഏറ്റവും ചേർന്ന് കിടക്കുന്നൊരു പദമാണ്. 315-ലധികം സ്ഥലത്ത് ഖുർആൻ റഹ്മത്ത് എന്ന പദത്തിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പ്രവാചകന്മാരൊക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ റഹ്മത്ത് പ്രത്യേകമായി തേടിയതാണ്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയിൽപ്പെട്ടതാണ് റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. നീ മഗ്ഫിറത്തും റഹ്മത്തും ഞങ്ങളുടെ മേൽ ചൊരിയണേ എന്ന്, ഇല്ലെങ്കിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകും. വഇല്ല തഗ്ഫിർലി വതർഹംനി അകും മിനൽ ഖാസിരീൻ എന്ന് മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് മഗ്ഫിറത്തും റഹ്മത്തും വേണമെന്ന്. മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, അന്ത വലിയുന ഫഗ്ഫിർ ലനാ വർഹംന അന്ത ഖൈറുൽ ഗാഫിരീൻ എന്ന്. ഇപ്പോൾ റഹ്മത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, നബിയോട് അള്ളാഹു പറയുന്നുണ്ടല്ലോ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീനാണ്, ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ്. ഈ അനുഗ്രഹം, കരുണ, മേഴ്സി, ഈ ഗുണവിശേഷണങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ പ്രധാനമായി ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാനു ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. റഹ്മത്ത് ചെയ്യുന്ന ആളുകളെ അള്ളാഹു അവർക്ക് റഹ്മത്ത് ചെയ്യും. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തുള്ളവൻ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും. മല്ലായർഹം ലായുർഹം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേറെ ഹദീസിൽപ്പെട്ടതാണ്, ആര് കരുണ ചെയ്യാതിരിക്കുന്നുവോ അവർക്ക് കരുണ നൽകപ്പെടുകയില്ല. ഇന്നമ യർഹമുല്ലാഹു മിൻ ഇബാദിഹി അർറുഹമാ. അള്ളാഹു തൻ്റെ അടിമകളിൽ നിന്ന് റഹ്മത്ത് ചെയ്യുക, റഹ്മത്ത് മറ്റുള്ളവർക്ക് അനുഗ്രഹം ചെയ്തു കൊടുക്കുന്ന ആൾക്കാണ് അള്ളാഹു റഹ്മത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ റഹ്മത്ത്, നമ്മളിപ്പോൾ ഈ റമദാനിൻ്റെ 10 ദിവസങ്ങൾ റഹ്മത്തിൻ്റെ 10മാണ്. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ എന്ന പ്രാർത്ഥന നമ്മൾ വർദ്ധിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവ്വലുഹു റഹ്മ വഔസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനൻ നാർ. അപ്പോൾ ഇതിൻ്റെ ആദ്യ 10 ദിനങ്ങൾ പ്രത്യേകിച്ചും റഹ്മത്ത് എന്ന് പറയുന്ന ഈ സിഫത്തിനെ, ഈ ആശയത്തെ, ഈ കൺസെപ്റ്റിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ചെലവഴിക്കേണ്ട ദിവസങ്ങളാണ്. റമദാനു ഷരീഫിനെ നമ്മൾ മറ്റുള്ള 10-11 മാസങ്ങളിലേക്ക് ആവശ്യമായ തരത്തിലുള്ള സാദ്, പാതേയം, അതിനാവശ്യമായ സംസ്കരണം, അതിനാവശ്യമായ ഒരു റിഫ്രഷ്മെൻറ്റ്, അത്രയും ഓടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഇന്ധനം ഒക്കെ നേടിയെടുക്കേണ്ട, നമ്മൾ ശുദ്ധീകരിക്കേണ്ട, വൃത്തിയാക്കേണ്ട ഒരു കാലമാണ്. അപ്പോൾ നമ്മൾ റഹ്മത്തിനെ കുറിച്ച് ആഴത്തിൽ ആലോചിക്കണം. നമ്മൾ റഹ്മത്ത് അള്ളാഹുവിനോട് ചോദിക്കാൻ പാകപ്പെട്ടവരാണോ എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. റിഫ്കാണത്, ആളുകളോട് കരുണയോടെ പെരുമാറലാണ്, ആളുകളോട് അലിവോടെ പെരുമാറലാണ്. നമ്മുടെ ജീവിതത്തിൽ ആളുകളോട് മാത്രമല്ല, സസ്യലതാദികളോട്, പക്ഷിപ്പറവകളോട് നമ്മുടെ ജീവിതത്തിൽ കാരുണ്യമുണ്ടാവുക, അലിവുണ്ടാവുക, കരുണയുണ്ടാവുക. ഒരു മയത്തിൽ നമ്മുടെ പെരുമാറ്റവും സംസാരവും പെരുമാറ്റവും ഒക്കെ മയത്തിലാവുക. അത് നമ്മുടെ ചുറ്റുമാത്ത് റഹമു മൻ ഫിൽ അർളി റഹമുക്കും മൻ ഫിസ് സമാ എന്ന് പറഞ്ഞല്ലോ. നമ്മൾ മറ്റുള്ളവരോട്, അള്ളാഹുവിനോട് കാരുണ്യം ചോദിക്കാൻ പ്രാപ്തരാവുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മുടെ കരുണ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത് ആ അർത്ഥത്തിലാണ് ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹിർ റഹ്മ എന്ന് പറഞ്ഞത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ലാ തുൻസഉർ റഹ്മത്തു ഇല്ലാ മിൻ ഷഖിയ്യിൻ. ഒരു പരാജിതൻ്റെ അടുത്തുനിന്ന്, പരാജിതനായ ഒരു വ്യക്തിയിൽ നിന്ന് മാത്രമാണ് അള്ളാഹു റഹ്മത്ത് നീക്കിക്കളയുക. അപ്പോൾ കാരുണ്യമില്ലാതെ, അലിവില്ലാതെ, മറ്റുള്ളവനോട് അനുകമ്പപൂർവ്വമല്ലാതെ പെരുമാറുന്ന ആളുകൾ ശരിക്ക് ഷഖിയാണ്, പരാജിതനാണ് എന്നർത്ഥത്തിലാണ് ഈ ഒരു ഓർമ്മപ്പെടുത്തലുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ദഖലത്ത് ഇംറഅത്തുൻ അന്നാറ ഫീ ഹിർറത്തിൻ റബതത്ഹാ ഫലം തുതഇംഹാ വലം തദഅഹാ തഅകുലു മിൻ ഖശാശിൽ അർള്. ഒരു സ്ത്രീ നരകപ്രവേശനം നേടിയത് മഅദല്ലാഹ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫീ ഹിർറത്തിൻ, ഒരു പൂച്ചയുടെ വിഷയത്തിലാണ്.
റബത്തത്ഹ, ആ പൂച്ചയെ അവൾ കെട്ടിയിട്ടു. വലം തുതഇംഹ, അവൾ ഭക്ഷണം കൊടുത്തില്ല. വലം തദഅഹ, എന്നാൽ അവർ അതിനെ വിട്ടാക്കിയിട്ടില്ല. തഅകുലു മിൻ ഖശാശിൽ അർളി, ഭൂമിയിലെ ഇങ്ങനെ പ്രാണികളൊക്കെ എടുത്ത് തിന്ന് ജീവിച്ചോളുമല്ലോ, അതിൻ്റെ അതായ ഭക്ഷണം അത് കണ്ടെത്തുമല്ലോ. തറൂഹു ഖിമാസൻ തറൂഹു ബിത്താനൻ എന്നല്ല ഈ പക്ഷികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. രാവിലെ അത് വയറ് വെട്ടിയിട്ട് പുറപ്പെടുന്നു, വൈകുന്നേരം വയറ് നിറഞ്ഞു വരുന്നു. ഇപ്പോൾ വിട്ടാക്കിയാൽ അതിൻ്റേതായ ഇത് തരും. പ്രത്യേകിച്ചും ഇണക്കിളികൾ, അതുപോലെ തന്നെ ഈ പെറ്റ്സിനൊക്കെ വളർത്തുന്ന ആൾക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മറ്റുള്ള മൃഗങ്ങളെ പെറ്റ്സ് അല്ലാതെ മറ്റുള്ള മൃഗങ്ങളോട് വെറുതെ ദേഷ്യം കാണിക്കലും നായനെറിയലും പരിപാടിയൊക്കെ അതൊക്കെ മനുഷ്യൻ്റെ ഒരു കാരുണ്യമില്ലാത്തവരുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ടതാണ്. ചിലതിനെ നമ്മൾ സൂക്ഷിക്കേണ്ടി വരും, ചിലത് ആട്ടിത്തെണ്ടി വരും, പറഞ്ഞേക്കേണ്ടി വരും. പക്ഷെ അവിടെയൊക്കെ മനുഷ്യന് കരുണമാണ്. ഒരു അറക്കുന്നവന് പോലും കരുണയുണ്ടാകണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ ഭൂമിജാലങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഇറച്ചി ഭക്ഷണം കഴിക്കുന്നു, ഇറച്ചി ഭക്ഷണം അതിൽ ഉപയോഗിക്കുന്ന ഭക്ഷണം കഴിക്കാൻ നമ്മൾ ഇറച്ചിക്ക് അറിവ് വേണം. അപ്പോൾ ഈ അറിവുകാരന് പോലും അതിനോട് കരുണയോടെ പെരുമാറണം. ആ കാരുണ്യത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അറിവ് ഭക്ഷണം കഴിക്കുന്ന ലോകത്തെ ബഹുഭൂരിപക്ഷം ആളുകളും ഇറച്ചി കഴിക്കുന്നവരാണ്. അപ്പോൾ ഇറച്ചി കഴിക്കാൻ ജീവജാലങ്ങളുടേതാണ്, ജീവികളുടേതാണ്. അപ്പോൾ ആ ജീവികളോട് കാരുണ്യം കാണിക്കണം, ആ സമയത്ത് കാരുണ്യം കാണിക്കണം. അപ്പോൾ അതിനെ ബുദ്ധിമുട്ടിക്കരുത്, വെറുതെ കെട്ടിയിടരുത്, വെള്ളം കൊടുക്കണം, നല്ല ഏറ്റവും ഷാർപ്പുള്ള പെട്ടെന്ന് മുറിയുന്ന ഇതുകൊണ്ട് മുറിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഒന്നിനെ അറക്കുന്നത് മറ്റൊന്നിനെ കാണിക്കരുത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആ തരത്തിൽ ഓരോ കാര്യങ്ങളിലും ആവശ്യമായ ഇടങ്ങളിൽ കാരുണ്യത്തെക്കുറിച്ച് ഏതൊക്കെ തരത്തിലാണെന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ മൃഗങ്ങളോട്, സസ്യലതാദികളോട്, പക്ഷിപ്പറവകളോട്, ഈ പ്രപഞ്ചത്തോട്, ചുറ്റുഭാഗവുമുള്ള മനുഷ്യരോട് ഒക്കെ നമുക്ക് വലിയ തരത്തിലുള്ള റഹ്മത്തുണ്ടാകണം, നമ്മളെ കുടുംബത്തിനുണ്ടാകണം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസിക്കും അസ്വാജൻ ലിതസ്കുനു ഇലൈഹ വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ എന്നാണ്. അള്ളാഹുവിൻ്റെ അപാരമായ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇണയെ പടച്ചു തന്നു എന്നത്. വജഅല ബൈനക്കും മവദ്ദതൻ വറഹ്മ, അള്ളാഹു ആണ് നിങ്ങളിൽ റഹ്മത്തും മവദ്ദത്തും, കാരുണ്യവും സ്നേഹവും. ഇപ്പോൾ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഒരു ഇണയും തുണയും ഒരു ദാമ്പത്യത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് കരുണയാണ്. റഹ്മത്തും മവദ്ദത്തുമാണ്, കരുണയും ഇഷ്ടവുമാണ്. ആ ഇഷ്ടം അതുപോലെ തന്നെ ആ കാരുണ്യം അത് ആണ് മക്കളിലൂടെയൊക്കെ പോകുന്നത്. അത് മാതാപിതാക്കൾക്ക് കൊടുക്കണം. വഖളാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എത്ര മനോഹരമായാണ് അള്ളാഹു ഡിക്ലെയർ ചെയ്തു, അള്ളാഹു വിധി പറഞ്ഞിരിക്കുന്നു. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ. മാതാപിതാക്കളോട് ഇഹ്സാൻ കാണിക്കണം. ആ ഇഹ്സാൻ റഹ്മത്താണ്. അവരോട് കാരുണ്യം കാണിക്കണം, അവർക്ക് സേവനങ്ങൾ ചെയ്യണം, അവർക്ക് അങ്ങേയറ്റത്തെ കാരുണ്യത്തിൻ്റെ കരുണാകടാക്ഷം ചെരിഞ്ഞു കൊടുക്കണം. അവരോട് അനിഷ്ടകരമായി പ്രവർത്തിക്കരുത്, അവരെ ആട്ടി ഓടിക്കരുത്, അവരെ മാന്യമായിട്ട് പെരുമാറണം. അവർ വയസ്സും പ്രായം മൂത്തവരാണ്, നിങ്ങളെ ഏജ് ഗ്യാപ്പുള്ള ആളുകളാണ്. നിങ്ങൾ കണ്ട ലോകം ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ സംസാരിക്കുന്നത് അവരുടേതായ പരിചയത്തിൽ നിന്നാകാം. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അരോചകമാകാം. അവർക്ക് അസ്വസ്ഥതകളും അസ്കിതകളും ഉണ്ടാകും. നാളെ നമ്മളും അതേപോലെ ആവുന്നവരാണ്. അപ്പോൾ ആ അവസ്ഥയിലൊന്നും അവർ സംസാരിച്ചു കൊണ്ടേയിരിക്കും. ചിലപ്പം ഒന്നും പറ്റൂല, ഭക്ഷണം പറ്റിയിട്ടുണ്ടാവില്ല, ചിലപ്പം വായിക്ക് രുചി ഉണ്ടാവില്ല, അനങ്ങുമ്പോൾ വേദന ഉണ്ടാവും. അതിൻ്റെയൊക്കെ അസ്വസ്ഥതകൾ പ്രായമാകുമ്പോൾ, അസ്കിതകൾ പ്രായമാകുമ്പോൾ ആളുകൾ പ്രകടിപ്പിക്കും. അപ്പോൾ ചിലപ്പം പറഞ്ഞുകൊണ്ടിരിക്കും, ചിലപ്പം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ ഒപ്പം ജീവിക്കുന്ന ആളുകൾക്ക് അങ്ങേയറ്റത്തെ കാരുണ്യം ആവശ്യമാണ്. ഒപ്പം ജീവിക്കുന്ന ആളുകൾക്ക് അങ്ങേയറ്റത്തെ അനുകമ്പ ആവശ്യമാണ്. ആ അനുകമ്പയും കാരുണ്യവും ഉണ്ടായി ജീവിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് അല്ലാതെ നമ്മളോടൊക്കെ ഉഷാറായിട്ട് പെരുമാറുന്ന ആൾക്കാരോട് നമ്മൾ ഉഷാറാകാം എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഒന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ ഏതു തലമാണ് നമുക്ക് നോക്കാൻ സാധിക്കുക, നമുക്ക് ചോദിക്കാൻ പറ്റുക. ഇത്രമാത്രം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു വന്നിട്ട് നമ്മുടെ ഭൂമി ലോകത്തെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും മറ്റുള്ള ഒരുപാട് ആളുകളിലേക്ക് ചേർത്ത് വായിക്കുമ്പോൾ എത്രമാത്രം അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, നമ്മൾ എഴുന്നേൽക്കുന്നു, ആ അനുഗ്രഹത്തിൻ്റെ തോന്നുന്ന രാവിലെയാകുമ്പോൾ
സുബഹിക്ക് ഒരാൾ എഴുന്നേൽക്കുമ്പോൾ അയാളുടെ ശരീരങ്ങളൊക്കെ അനങ്ങുന്നുണ്ട്, അയാളുടെ മെഷീനറിയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്, മൂത്രമൊഴിക്കാൻ കഴിയുന്നുണ്ട്, ബാത്റൂം പോകാൻ മലം പുറത്ത് പോകുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ട്, വെള്ളം കുടിക്കാൻ കഴിയുന്നുണ്ട്, കൈകാലുകൾ അനങ്ങുന്നുണ്ട്. എത്രമാത്രം അനുഗ്രഹങ്ങൾ മനുഷ്യൻ പഠിച്ചവനും ചെയ്തു തരുന്നു. അതിനെ തിരിച്ച് ഏതൊക്കെ തരത്തിലാണ് നമ്മൾ ശുക്ർ കാണിക്കുന്നത്, ഏതൊക്കെ തരത്തിലാണ് നമ്മൾ അതിന് ആരാധന നിമഗ്നരായിരിക്കുന്നത്, അതിനോട് നമ്മൾ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നത്, ഹംദ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് ചെയ്തെന്നുകൊണ്ട് മാത്രം നമ്മൾ അങ്ങോട്ട് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റ് ഒരിക്കലും ശരിയല്ല. നമ്മൾ ഏതു രീതിയിൽ പെരുമാറുന്നു, അവരിനോട് എങ്ങനെ പെരുമാറുന്നു, ഇദ്ഫഅ ബില്ലത്തി അഹ്സനു സയ്യിഅ എന്നല്ല, നിങ്ങൾ തെറ്റിനെ പോലും നല്ലപോലെ പെരുമാറണമെന്നാണ്. അതിലേറ്റവും അർഹരായവരാണ്. അതുകൊണ്ടാണ് ഇതൊക്കെ പ്രത്യേകം പറഞ്ഞത്. മാതാപിതാക്കളുടെ കാര്യം പ്രത്യേകം പറഞ്ഞു, പ്രായമുള്ളവരുടെ കാര്യം പ്രത്യേകം പറഞ്ഞു, കുട്ടികളോട് ഷഫക്കത്തിൻ്റെ കാര്യം പറഞ്ഞു, അവരോട് വാത്സല്യം കാണിക്കേണ്ടതിൻ്റെ കാര്യം പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയാൻ കാരണം അവരിൽ നിന്നൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ സ്വസ്ഥതയ്ക്ക്, ഇഷ്ടത്തിന്, നിങ്ങൾക്ക് അനിഷ്ടകരമായ കാര്യം, നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യം, നിങ്ങൾക്ക് ചിലവുണ്ടാകുന്ന കാര്യം, നിങ്ങളുടെ സമയം നഷ്ടപ്പെടുന്ന കാര്യം ഒക്കെ ഉണ്ടാവും. കാരണം അവരോടുള്ള പെരുമാറ്റത്തിൽ അതൊരു വലിയ ഇബാദത്താണ്, വലിയ ആരാധനയാണ്. നമ്മളെങ്ങനെയാണ് ഈ കാര്യങ്ങളിലൊക്കെ നമ്മുടെ പെരുമാറ്റങ്ങൾ എങ്ങനെയാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾക്ക് കാരുണ്യത്തിൻ്റെ കരുണാകടാക്ഷങ്ങൾ ചൊരിഞ്ഞു കൊടുക്കാൻ അല്പമെങ്കിലും നമ്മളിലുണ്ടോ എന്ന് നോക്കേണ്ടി വരുന്നത്. വലാ തൻഹറുഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമ, നമ്മൾ സബ്റോടുകൂടി മാന്യമായി സംസാരിക്കണം. വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, അവർക്ക് അങ്ങേയറ്റത്തെ കാരുണ്യം ചൊരിഞ്ഞു കൊടുക്കണം. വഖുർ റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ, പടച്ചോനെ എൻ്റെ മാതാപിതാക്കൾക്ക് നീ അനുഗ്രഹം ചൊരിയണേ എന്ന് പ്രാർത്ഥിക്കണം. എങ്ങനെ അനുഗ്രഹം ചൊരിയണമെന്ന് എന്നെ ചെറുപ്പത്തിൽ അവർ വളർത്തിയെടുത്തതുപോലെ ആ വളർത്തിയെടുക്കുന്നിടത്ത് നമ്മുടെ നിസ്സഹായത ഉണ്ടായിരുന്നു. കിടന്ന് മലമൂത്ര വിസർജനം ചെയ്തിരുന്നു. മാതാപിതാക്കളുടെ ഉറക്കം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾക്ക് രോഗമായാൽ, നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ അവർക്ക് ഉറങ്ങൂല. നമ്മൾ പലപ്പോഴും അവരെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. കുട്ടിയാകുമ്പോൾ വെറുതെ ഉണർന്നു കിടക്കും, വെറുതെ ഒച്ചുണ്ടാക്കും. അപ്പോഴൊക്കെ അവർ സഹിച്ചിട്ടുണ്ട്, അവർ കുസൃതിയായി കണ്ടിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഓരോ ആവശ്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. നമുക്ക് പണം ചോദിച്ചപ്പോൾ തന്നിട്ടുണ്ട്, സാധനങ്ങൾ വാങ്ങി തന്നിട്ടുണ്ട്, ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വാങ്ങി തന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്നു, അവർക്ക് ആരോഗ്യം ഉണ്ടായിരുന്നു. പിന്നെ അവർ മുന്നോട്ട് പോയി, നമ്മളും മുന്നോട്ട് പോയി, നമ്മൾ വലുതായി, അവരതിനേക്കാൾ വലുതായി. ആ വലുതാവൽ പിന്നീട് വാർദ്ധക്യത്തിലെത്തി. അമ്മിർഹുനുനക്കിസു ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ എന്നാണ്. കുട്ടിത്തത്തിലേക്ക് ഓരോരുത്തരും തിരിച്ചു പോകുന്ന ഒരു ഘട്ടമുണ്ട്. കിടന്ന് മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തും. അർദൽ ഉംറയെ കുറിച്ച്, അങ്ങനെ മറ്റുള്ളവർ നമുക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന വാർദ്ധക്യത്തെക്കുറിച്ച് കാവലിനെ ചോദിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നല്ല, അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ മറ്റുള്ളവർ വരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അവരോട് പെരുമാറേണ്ടത് എന്ന് നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ കയ്യിൽ പൈസ ഉണ്ടാവില്ല, അവർക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും. പിന്നെ അങ്ങോട്ട് കൊണ്ടുപോകണേ എന്ന് പറയും, എനിക്കത് വാങ്ങിത്തരുമെന്ന് ചോദിക്കും. ഒരു മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പോലും പലപ്പോഴും മാസത്തിൽ ആവർത്തിച്ചു വരുന്നൊരു മരുന്ന് വാങ്ങിക്കൊടുക്കുന്നത് പറയുന്നത് പോലും അതൊരു ചിലവായിട്ട്, ബുദ്ധിമുട്ടായിട്ട്, അതായത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തില്ല നിങ്ങൾ കൊടുക്കുന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ പല ഘട്ടങ്ങളിലും എത്തിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ വളരെ ഗൗരവമായ അർത്ഥവത്തായ ചോദ്യമാണ് റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അത് പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ, പടച്ചോനെ എൻ്റെ മാതാപിതാക്കൾക്ക് അനുഗ്രഹം ചെയ്യണേ എന്ന് അവർ പ്രായമാകുമ്പോൾ അവരേക്കുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ ഏറ്റവും പ്രധാനം അള്ളാഹു എങ്ങനെയാണ് ഈ റഹ്മത്തിനെ മനുഷ്യന്മാരുടെ ഇടയിൽ വിഭജിച്ചിരിക്കുന്നത്, എങ്ങനെയാണ് ഈ റഹമും. നമ്മൾ അള്ളാഹുവിൻ്റെ ഖലീഫയായ പറഞ്ഞല്ലോ, കുല്ലാലിൽ മലായികത്ത് ഇന്നി ജായിലും ഫിൽ ഖാല റബ്ബുക ലിൽ മലായികത്ത് ഇന്നി ജായിലും ഫിൽ അർളി ഖലീഫ, ഭൂമിയിലുള്ള ഖലീഫമാർ, ഭൂമിയിലുള്ള പ്രാതിനിധ്യം. അത് നമ്മൾ പലപ്പോഴും അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ നോക്കിയാൽ റാസിഖാണ്, അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു റാസിഖാണ്, അള്ളാഹു റഹീമാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു ഷക്കൂറാണ്, അള്ളാഹു ഗഫൂറാണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ അംശങ്ങൾ, ഓരോ തലങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ഈ സിഫത്തിൻ്റെ പല ഘടകങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. അപ്പോൾ അതിൽപ്പെട്ട റഹ്മാൻ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സ്വഭാവവിശേഷണമാണ് നമ്മളിൽ ഏറ്റവും ഉണ്ടാകേണ്ടത്. വസിയത്ത് റഹ്മത്തി കുല്ല ഷൈ എന്നാണ് അള്ളാഹു പറഞ്ഞത്. എൻ്റെ റഹ്മത്ത്, എൻ്റെ അനുഗ്രഹം എല്ലാ വസ്തുക്കളെയും അതിജയിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്, എല്ലാറ്റിലും വിശാലമായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ആ കാരുണ്യത്തിൻ്റെ ഓരോ തലങ്ങൾ ഭൂമി ലോകത്ത് അള്ളാഹു ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ചിട്ടാണ്. അപ്പോൾ അത് വിതരണം ചെയ്യാൻ മനുഷ്യന്മാർക്കിടയിൽ, ആവശ്യക്കാർക്കിടയിൽ അത് എത്തിച്ചു കൊടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം. നമ്മൾ കൊടുത്തില്ലെങ്കിലോ പോകും. പക്ഷെ നമുക്കെങ്ങനെയാണ് കരുണ കിട്ടുക? നമുക്ക് ആത്യന്തികമായി അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണ്ടത് പരലോകത്താണ്.
ഈ ഭൗതികമായ ജീവിതം നക്ഷരമാണെന്നും നൈമിഷികമാണെന്നും വളരെ കുറഞ്ഞ കാലത്തുള്ളതാണെന്നും ചിന്തിക്കുന്ന നമ്മൾ ഇനി വരാൻ പോകുന്ന പാരത്രികമായ ലോകത്തിൻ്റെ ആ ഒരു വലിയ വിശാലതയെക്കുറിച്ചിട്ടാണ് നമ്മളെപ്പോഴും ആലോചിക്കേണ്ടത്. അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്ത് അവിടെ വളരെ പ്രധാനമായി അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കുന്നത് ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് കരുണ ചെയ്തവരാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് കരുണ ചെയ്തവരാണ്. അങ്ങനെ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ അയൽവാസികൾ, ഫലാ യുഅ്ദി ജാറഹു എന്നാണ്, അയൽവാസിയെ ഉപദ്രവിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഈമാനുമായി ബന്ധിപ്പിച്ചിട്ട്. അങ്ങനെ പറയാൻ തന്നെ കാരണം അത് അയൽവാസിയെ ഉപദ്രവിക്കാൻ പല കാരണങ്ങളും പല സാഹചര്യങ്ങളും മനുഷ്യന്മാർക്ക് ഉണ്ടാവും എന്നുള്ളതുകൊണ്ടാണ്. ഉപദ്രവിക്കാൻ അല്ലെങ്കിൽ പല സാഹചര്യം ഉണ്ടാവും, പലപ്പോഴും കച്ചറ ഉണ്ടാവും. അപ്പോൾ ഫലാ യുഅ്ദി ജാറഹു എന്ന വാക്കന്നെ ഉപയോഗിച്ചു, ഉപദ്രവിക്കരുത് എന്ന്. അപ്പോൾ അവിടെ റഹ്മത്തുണ്ടാകണം, മനുഷ്യന് കരുണയുണ്ടാകണം. ഇങ്ങനെ ഓരോന്നിനും സമൂഹത്തിൽ രോഗികളെ സന്ദർശിക്കണം, ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ അബലരായ ആളുകൾ, ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഖുർആൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒന്ന് റഹ്മാനു അല്ലമൽ ഖുർആൻ. ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തത് അർ-റഹ്മാനാണ്. അള്ളാഹുവിന് ഒരുപാട് സിഫത്തുകൾ ഉണ്ടായിട്ട് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, അധ്യാപനത്തിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അർ-റഹ്മാൻ എന്ന പദമാണ് അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അവിടെ കാരുണ്യം ചൊരിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. അധ്യാപകർ കാരുണ്യമുള്ളവരായിരിക്കും. അവരുടെ മക്കളെ പോലെ ഒരു പാരൻ്റൽ ഫിഗർ എപ്പോഴും എല്ലാ അധ്യാപകരിലും വർക്ക് ചെയ്യണം. അധ്യാപകൻ ഒരു കോച്ചാവും, അദ്ദേഹം ഒരു മെൻറ്ററാവും, കേവലം ഒരു അറിവിനെ വിളമ്പിക്കൊടുക്കുന്ന ഒരാളല്ലല്ലോ, ഒരു മാതൃകയാകും, ഒരു ഗൈഡാകും. അതിൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ഒരു പാരൻ്റൽ ഫിഗർ എന്നുള്ളതാണ്. പാരൻ്റൽ ഫിഗർ ആകുമ്പോൾ ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ സ്വന്തം മക്കൾ തെറ്റുകൾ ചെയ്താൽ, സ്വന്തം മക്കളിൽ പോരായ്മകളുണ്ടെങ്കിൽ അതിന് പടിയടച്ച് പിണ്ടമൊക്കെയല്ലേ ചെയ്യുക, അതെങ്ങനെയാണ് മറികടക്കുക, അതെങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളൊക്കെ രീതിയിൽ ഒരു ആലോചിക്കാൻ കഴിയും. അപ്പോൾ റഹ്മാൻ തൻ്റെ മുന്നിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പഠനത്തിനുള്ള കഴിവ്, പഠിക്കാൻ കഴിയാത്ത ലേണിംഗ് ഡിസബിലിറ്റീസ്, ആ കുട്ടിക്ക് കണ്ണിന് കാഴ്ച കുറവുണ്ടോ, കേൾവിക്ക് കുറവുണ്ടോ, അതേപോലെ തന്നെ മനസ്സിലാക്കാൻ കഴിയണില്ല, ബുദ്ധി കുറവുണ്ടോ, തിരിച്ചറിയാനുള്ള കഴിവുകളുണ്ടോ, ഒന്ന് ക്ഷമിച്ചും ഒന്ന് സഹിച്ചും ഒന്ന് വിട്ടുവീഴ്ച ചെയ്തും കുറച്ച് നേരം അവരോട് അനുകമ്പയോടെ ഇരുന്നൊക്കെ ഓരോരുത്തരെയും വ്യത്യസ്തമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് ഓരോ അധ്യാപകർക്കും അവരുടെ കുട്ടികളോട് പെരുമാറാൻ പറ്റിയാലേ അതവരുടെ വലിയൊരു റഹ്മത്താണ്. അങ്ങനെ പഠിക്കാനിരിക്കുന്ന ആളുകളുടെ മേലിൽ അള്ളാഹു റഹ്മത്ത് ചൊരിയുന്നുണ്ട് എന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സംസാരിക്കാനും ആലോചിക്കാനും പഠിക്കാനുമുള്ള ഒരു സംഗതിയാണ് റഹ്മത്ത് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ സിഫത്ത്. കാരുണ്യം എന്ന് പറയുന്ന ആ ഒരു വലിയ കൺസെപ്റ്റ്. അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ അതിൻ്റെ ഒരു തബറുക്കൻ ഇങ്ങനെ പറഞ്ഞു പോയതാണ്. അള്ളാഹു നമ്മളൊക്കെ റഹ്മത്ത് ചെയ്യുന്ന ആളുകളിൽ ഉൾപ്പെടുത്തട്ടെ. കാരുണ്യം ചെയ്യാൻ, ചുറ്റുഭാഗവും ജീവിക്കുന്നവരോട് കരുണയോടെ പെരുമാറാൻ, അവരോടൊക്കെ അനുകമ്പയോടെ പെരുമാറാൻ, അവർക്കൊക്കെ പരമാവധി ഉപകാരം ചെയ്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. കാരണം മറ്റുള്ളവർക്ക് ഏറ്റവും നന്മ നിറഞ്ഞ ഉപകാരം ചെയ്യുന്നവരാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അടിമ എന്നാണല്ലോ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.